ഗുരു വന്ദനമാണ് ആദ്യം. കണ്ണടയ്ക്കൂ. ഗുരുവിനെ സങ്കല്പിക്കുക. ഒന്നുകിൽ അമ്മയെ, അല്ലെങ്കിൽ അച്ഛനെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഗുരുനാഥനെ, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കൂ. ജപിക്കൂ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിന്റെ കാൽക്കൽ നമസ്കരിച്ചു എന്ന് വിചാരിക്കും. ഇനി ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കും. കണ്ണടച്ച് ഗണപതി ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ഗണപതി ഭഗവാനെ തന്നെ മനസ്സിൽ സങ്കല്പിക്കുക. ജപിക്കൂ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്ഥ ജംബോഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗണപതി ഭഗവാന്റെ മുമ്പിൽ ഏത്തപ്പൂ നമസ്കരിച്ചു വിചാരിക്കും. ഇനി കണ്ണു തുറക്കാൻ ഒരു പൂവെടുക്കാൻ. ശ്രീകൃഷ്ണ ഭഗവാന് പീഠപൂജ ചെയ്യുന്നു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ആ പൂവ് വിളക്ക് വെച്ച ഇലയിൽ വിളക്കിനോട് ചേർത്ത് ഭക്തിപൂർവം സമർപ്പിക്കുക. പീഠപൂജ ചെയ്യുന്നു എന്ന് സങ്കല്പിച്ച് സമർപ്പിക്കാം. ഇനി തുളസി ഉൾപ്പെടെ 2-3 പൂവെടുക്കും. രണ്ട് കൈയിലും ചേർത്ത് നിവർന്നിരിക്കും. കണ്ണുകളടയ്ക്കും. നമ്മൾ ആവാഹന ചെയ്യാൻ പോവാൻ. ആവാഹിക്കുന്നത് ഏതെങ്കിലും അന്യമായ ഒരു ലോകത്തിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പൊ ആ ചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഈ ദീപത്തിലേക്ക് ആവാഹിക്കുന്നു എന്നാണ് സങ്കല്പിക്കുന്നത്. ഇവിടുന്ന് ഈ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. എൻ്റെ ഉള്ളിൽ പ്രകാശമായി ചൈതന്യമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഞാൻ ഈ ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന രൂപത്തിൽ ആവാഹിക്കുന്നു ആവാഹിക്കുന്നു ആവാഹിക്കുന്നു. കൈകൾ ഉയർത്തി മൂക്കിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് പുറമേക്ക് പോകുന്ന ശ്വാസം ആ പൂക്കളിലേക്ക് വന്നു എന്നറിഞ്ഞാൽ കണ്ണു തുറന്ന് നേരത്തെ പൂക്കൾ സമർപ്പിച്ച സ്ഥലത്തേക്ക് ഭക്തിപൂർവം ആ പൂക്കൾ സമർപ്പിക്കും. ആ വിളക്കിലേക്ക് നോക്കി ഭക്തിപൂർവം കണ്ണടയ്ക്കും. ആ വിളക്ക് നിൽക്കുന്ന സ്ഥാനത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജപിക്കൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം തന്നെ മനസ്സിൽ ധ്യാനിക്കൂ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മയിൽപ്പീലി ആദ്യം കാണാം. ആ മയിൽപ്പീലി പതുക്കെ കാറ്റിലിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. തൊട്ട് താഴെയായി ഭഗവാന്റെ തിരുമുടി, ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ഗോപിക്കുറി, അതിസുന്ദരമായ ഭഗവാന്റെ കണ്ണുകൾ, മനോഹരമായിരിക്കുന്ന ഭഗവാന്റെ പുഞ്ചിരി, മാറിൽ അനവധി മാലകൾ, മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായ അതിസുന്ദരമായ രൂപം തന്നെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആ ഭഗവാന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ. ജപിക്കൂ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കണ്ണു തുറന്ന് ഒരു കൂടും. ശ്രീകൃഷ്ണ ഭഗവാന്
ഞാൻ മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും. മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും. തുളസി ഉൾപ്പെടെ 2 or 3 പൂ കൊടുക്കാം. 2 കൈയിലും ചേർത്ത് തൊഴുതിരിക്കും. മൂർത്തി പൂജയ്ക്ക് ശേഷം നിവേദ്യ സമർപ്പണമാണ്. എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക. പാൽപായസം, നെയ്പായസം, ത്രിമധുരം, കദളിപ്പഴം, പാല്, വെണ്ണ, ഉണ്ണിയപ്പം, ഇങ്ങനെ എന്തൊക്കെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളുണ്ടോ ഭഗവാന് നിവേദിക്കാൻ, അതെല്ലാം തന്നെ ഞാൻ ഈ പൂജയിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. ഭഗവാൻ സന്തോഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂക്കൾ ഭഗവൻ പദത്തിലേക്ക്, നിലവിളക്കിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കും. നിവേദ്യം കഴിഞ്ഞാൽ പ്രസന്ന പൂജ എന്നൊരു ഘട്ടമാണ്. ക്ഷേത്രത്തിലെ നടയടച്ചുകൊണ്ട് ചെയ്യുന്ന പൂജയാണ് പ്രസന്ന പൂജ. ഒരു പൂവെടുക്കും, പ്രാർത്ഥിക്കും. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പ്രസന്ന പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂക്കൾ സമർപ്പിക്കും. പ്രസന്ന പൂജയ്ക്ക് ശേഷം പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന് പറയും. അതായത് പൂജയിൽ ഇതുവരെ ഉപയോഗിച്ച മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ട് ഒരു അർച്ചന ഉണ്ടായിരിക്കും. അത് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ഒരു പൂക്കൾ എടുത്തിട്ട് പ്രാർത്ഥിക്കൂ, ഭഗവാന് ഞാൻ പൂർണ്ണ പുഷ്പാഞ്ജലി ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും. പൂർണ്ണ പുഷ്പാഞ്ജലിക്ക് ശേഷം സവിശേഷമായ മന്ത്രങ്ങൾ ചൊല്ലി അർച്ചനകൾ ചെയ്യാവുന്നതാണ്. വേദമന്ത്രങ്ങൾ, പുരുഷ സൂക്തം മുതലായ, സംവാദ സൂക്തം, ഭാഗ്യസൂക്തം മുതലായ മന്ത്രങ്ങൾ ചൊല്ലി അർച്ചനകൾ നടക്കും. പുരാണ പ്രസിദ്ധമായിരിക്കുന്ന മന്ത്രങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ ഈ സമയത്ത് ജപിക്കും, അർച്ചന ചെയ്യും. നമ്മൾ ഈ കൊടുക്കുന്ന റസീറ്റ് അനുസരിച്ചുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് ആയിരിക്കും. ഇവിടെ നമ്മൾ 108 നാമങ്ങൾ ചൊല്ലി ഭഗവാനെ പൂജിക്കാൻ പോവാണ്. അത്